നമസ്കാരം. നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 നമ്പറുകളാണ്. അതിൽ ആദ്യത്തേതായ നമ്പർ 111 ആകുന്നു. രണ്ടാമത്തേതായ നമ്പർ 222 ആണ്. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 111 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. വളരെ കാലമായി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നതായ സാഹചര്യം, എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാം. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ, മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്നതായ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ തുടക്കത്തിൽ വന്നു ചേരുന്നതായ ചില തടസ്സങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കുടുംബത്തിലേക്ക് അഭിവൃദ്ധി, നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സൽസന്താനത്തെ തന്നെ ലഭിക്കുവാനുള്ള സാധ്യത, അത്തരം ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില യാത്രകൾ, അത് വിദേശത്തേക്കാണ് എങ്കിലും ദൂരദേശത്തേക്കാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും തുടക്കത്തിൽ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ വേണ്ട എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടായി എന്ന് വരാം. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി മാറുന്നതുമാണ്. അതേക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. പലപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവരുടെ പ്രേരണയാലോ അല്ലാതെയോ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു എന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായ ഒരു വീഴ്ചയായി തന്നെ പരാമർശിക്കാം. അത്തരം ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. ഏത് കാര്യവും വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ തിരിച്ചടികൾ അത് വളരെ കൂടുതലായി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പെട്ടെന്ന് ഒരു മാറ്റത്തിന് സമയം അനുകൂലമല്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ കാര്യങ്ങൾ അല്പം കൂടി ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇപ്പോൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുകയാണ് എങ്കിൽ വലിയ നഷ്ടങ്ങൾ തന്നെ സംഭവിക്കാതിരിക്കുന്നതിന് അത് കാരണമായി തീരാം. മുൻപത്തെ പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചും വിഷമിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ അഥവാ അത്തരത്തിലുള്ള മാനസികപരമായ വിഷമങ്ങൾ തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൃത്യമായ ഉപദേശം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അതേക്കുറിച്ച് അല്പം കൂടി ചിന്തിച്ചതിന് ശേഷം മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. സ്വന്തമായി പല കാര്യങ്ങളും വിശകലനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായി തീരും. കുടുംബവുമായി ബന്ധപ്പെട്ട് വിഷമതകൾ അനുഭവിക്കേണ്ടതായി വരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ സ്വന്തം തീരുമാനമായിരിക്കും ശരി എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ പല തിരിച്ചടികളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. സംസാര കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പല അനുകൂല ഘടകങ്ങളും അനുകൂലമായ കാര്യങ്ങളും തട്ടിത്തെറിച്ച് പോകുവാൻ അത് കാരണമായി തീരാം. ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും അനുകൂലമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. പല കാര്യങ്ങളും ആലോചിച്ച് ടെൻഷൻ നിങ്ങൾക്കുണ്ട്, എന്നാൽ അത് അസ്ഥാനത്താണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം ടെൻഷൻ അടിച്ച് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതെ അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും നിങ്ങൾക്ക്
ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മനഃപൂർവ്വം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ അഥവാ ആ കാര്യം എനിക്ക് അനുകൂലമായി തീരും എന്ന ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. എന്നാൽ തടസ്സങ്ങൾ തരണം ചെയ്തു വേണം മുന്നോട്ട് പോകുവാൻ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ നമ്പറായ 222 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ഏത് കാര്യത്തിലും ശ്രദ്ധ അല്പം പുലർത്തേണ്ടതായ സാഹചര്യമാണ് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശ്രദ്ധ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് കൊണ്ടോ മറ്റുള്ളവരെ അഗാധമായി വിശ്വസിക്കുന്നത് കൊണ്ടോ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയാണ് പരാമർശിക്കുന്നത്. അതിനാൽ ഏത് കാര്യത്തിനും അല്പം സമയം നൽകി ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴുള്ള തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ഇപ്പോൾ നടക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ തിരിച്ചു വരാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. തുടക്കത്തിൽ ചില തിരിച്ചടികൾ വന്നു ചേരും എങ്കിൽ പോലും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഏത് കാര്യത്തിനും ഇപ്പോൾ തടസ്സങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ആഗ്രഹങ്ങൾ നടക്കാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത്തരം നിരാശകൾ ഒഴിവാക്കി കഠിനമായ പ്രയത്നങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ സാധ്യത നിങ്ങൾക്ക് നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. അടുത്തു നിൽക്കുന്നതായ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ ചില വ്യക്തികളിൽ നിന്നും ചതിയോ തിരിച്ചടികളോ മനസ്സിന് വിഷമം നൽകുന്നതായ ചില കാര്യങ്ങളോ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. സമയം ചെല്ലുന്തോറും കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു ചേരും അല്ലെങ്കിൽ കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരും എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അവ്യക്തത കുറവിന് കാരണമായി തീരാം. അതിനാൽ തന്നെ ശ്രദ്ധയോടെ തന്നെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ മുന്നോട്ട് പോകുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പല കാര്യങ്ങളിലും അവ്യക്തത കുറവ് വന്നു ചേരുന്നതായ സമയമാകുന്നു. തീരുമാനങ്ങൾ ശ്രദ്ധിച്ച് തന്നെ എടുക്കുവാൻ സാധിക്കുന്നു എന്നത് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഘടകമാണ് എങ്കിലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പിശകുകൾ സംഭവിക്കാം. വലിയ മാറ്റം തന്നെ ഉടനെ ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വലിയ മാറ്റങ്ങൾ തന്നെ ഇപ്പോൾ സംഭവിക്കാനുള്ള സാധ്യതകൾ അല്പം കുറവാകുന്നു. അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷം ചെയ്യുന്ന കാര്യങ്ങളായി മാറും. ഇപ്പോഴുള്ള തടസ്സങ്ങൾ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇടപെടലുകളിൽ പല രീതിയിലുള്ള പാളിച്ചകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുവാനുള്ള ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. കഠിനാധ്വാനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. വിജയങ്ങൾ തേടിയെത്തും എന്നത് വാസ്തവമായ കാര്യമാകുന്നു. മറ്റുള്ളവരെ വിശ്വസിക്കാതെ സ്വയം കാര്യങ്ങൾ ചെയ്യുവാൻ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരിൽ തന്നെ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു പോകാതെ
തന്റെ കഴിവിൽ കൂടി വിശ്വാസം അർപ്പിച്ച് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വന്നു ചേരും. മുന്നോട്ട് ഇറങ്ങുകയാണ് എങ്കിൽ മുന്നോട്ട് തന്നെ പോകണം എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.